സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യത്തെപ്പറ്റി തന്നെ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ. അതായത് വയനാട് ചൂരൽമലയിൽ ടൗൺഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയിട്ട് റിപ്പോർട്ടർ ചാനൽ രംഗത്തേക്ക് വന്നിട്ട് അവിടെ അഴിമതികൾ നടക്കുന്നു. അവിടെ നൽകിയിരിക്കുന്ന വീടുകളെല്ലാം അതിൻ്റെ വീടിൻ്റെ പണികളൊന്നും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിലല്ല നടന്നിരിക്കുന്നത്. പല വീടുകളുടെയും മുകളിലും താഴെയും ഒക്കെ ആയിട്ട് വിള്ളലുകൾ വീണിട്ടുണ്ട്. പല വീടുകളും വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് പണിത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലുകളും ഒക്കെ ആയിട്ട് പല രീതിയിലൊക്കെ പല തവണയായിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്മൃതി കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സർക്കാരിനെ പറ്റി പറഞ്ഞതും അതേപോലെ തന്നെ വയനാട്ടിലെ ആ ദുരന്ത ബാധിതർ PR ആണെന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടു. നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ്. ഒരുപാട് ചർച്ചാ വിഷയങ്ങളായി, അല്ലെ ഒരുപാട് വിവാദപരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായൊരു കാര്യം കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം സ്മൃതി അങ്ങനെ പറഞ്ഞതിന് പിന്നാലെ ഇടത് മാധ്യമങ്ങൾ അല്ലെ ഇടതുപക്ഷത്തിനോട് അനുഭവമുള്ള ഒരുപാട് ആളുകൾ സ്മൃതിക്കെതിരെ വലിയ രീതിയിൽ പറയുന്ന ആഹ്വാനവുമായിട്ടൊക്കെ വന്നു. അതായത് സ്മൃതി ഈ പറയുന്ന വൃത്തികേടുകൾ കാണിക്കാനായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നതാണ്. UDF വേണ്ടിയിട്ട് LDF കുറ്റം പറയുന്ന ഒരു കൊങ്ങിക്കുട്ടിയാണ്, അല്ലെ UDF VD സതീശൻ്റെയൊക്കെ മകളെ പോലെയുള്ളൊരു സ്ത്രീയാണ് സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. എന്നാൽ 2025 മുതൽ ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ വിമുഖതയുള്ള ഇടതുപക്ഷത്തിലുള്ള പല ആളുകളും തനിക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിൽ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയുമായിട്ടിരിക്കുന്ന സ്മൃതിക്ക് ഇത് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. സ്മൃതി അതുകൊണ്ട് തന്നെയും ഇടതുപക്ഷ സർക്കാർ ഈ ഒരു നടപടിയുമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പല അനുഭാവികളും തനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതിൽ മനം നൊന്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നു. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ എന്താണ്, അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങൾ വേണം. അതായത് ഒന്ന്, ടൗൺഷിപ്പിനെ വെച്ചുകൊണ്ട് തന്നെ ഇവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. രണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സുഖ സൗകര്യങ്ങളില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല. നമ്പർ 1 ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിൻ്റെ സർക്കാർ പലതവണ പാടി പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യം അവിടെ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെ റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടു. ഇതൊക്കെ എന്തിൻ്റെ പേരിലായിരുന്നു? സ്മൃതി എന്ന് പറയുന്ന UDF കുഞ്ഞിക്കുട്ടിയായിട്ടുള്ള സ്മൃതീഷൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും വെള്ളപൂശാൻ വൈറ്റ് വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്, അല്ലേ? അത് കണ്ട എല്ലാ ആളുകൾക്കും അറിയാം അതൊരു വൈറ്റ് വാഷ് അല്ലെങ്കിൽ ഒരു വെള്ളപൂശൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതിൻ്റെ പല കാര്യങ്ങളും ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതരെ PR എന്ന് സ്മൃതി വിളിച്ച അന്നു മുതൽ ഇന്ന് വരെയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഇവർ ഇങ്ങനെയുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. ആ വീഡിയോയ്ക്കെതിരെ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാനായിട്ടൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ആ വീടിന് മുകളിലെ വിള്ളൽ. ആ വിള്ളൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയത്. അങ്ങനെ ആ വീടിൻ്റെ ആ വിള്ളൽ കാണിച്ചുകൊണ്ടും ആ വീടിൻ്റെ ഉടമസ്ഥരെ വിളിച്ചുകൊണ്ടും പല വീടുകളുടെയും പണികൾ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നും ആ ലാൻഡ് കാണിച്ചുകൊണ്ടും ഒക്കെ പല രീതിയിലുള്ള വീഡിയോകളാണ് ഇവർ പങ്കുവച്ചത്. അപ്പോൾ ഇന്ന് മന്ത്രി രാജൻ അദ്ദേഹം അവിടേക്ക് നേരിട്ടെത്തിക്കൊണ്ട് ഇവരുടെ ഈ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഈ നുണപ്രചരണങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്, വാനിഷാക്കി കളയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ കൈരളി TV പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വ്യാജ വാർത്ത പൊളിക്കാൻ മന്ത്രി തന്നെ നേരിട്ട് വന്ന് സത്യാവസ്ഥ ലൈവായി കാണിക്കേണ്ടി വന്ന അവസ്ഥ. ഇന്നലെ തന്നെ ULCCS CEO വയനാട് ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള ആളുമായ അരുൺ ബാബു നേരിട്ട് അവിടെ എത്തി എല്ലാ മാധ്യമങ്ങളോടും എന്താണ് നടന്നതെന്നും അവിടെ കാണുന്ന മാർക്കിംഗ് എഞ്ചിനീയർമാർ മാർക്കർ ഉപയോഗിച്ച് വരച്ചതാണെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ അത് പറയാതെ വിള്ളൽ എന്ന രീതിയിലാണ് ഈ വാർത്ത പിന്നെയും നൽകിയത്. നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഗുണം അവർക്ക് ലോകത്തുള്ള എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് ഉണ്ട് എന്നതാണ്. എന്നാൽ അതിപ്പോൾ ആണവ വിഷയത്തിലാവട്ടെ, അതല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലൂടാവട്ടെ, അവർക്ക് ഏത് വിഷയം ആയാലും പ്രശ്നമില്ല, അവർ അതിൽ വിധി കൽപ്പിക്കും. എന്ത് കഷ്ടമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൈരളി TV പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാം. ആ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ നേരിട്ട് ആ കെട്ടിടത്തിന്റെ ആ ഭാഗത്ത് കണ്ട ചെറിയൊരു വര അതിന്റെ കൃത്യമായി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന്റെ ഭാഗമായി മന്ത്രി രാജൻ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ മാധ്യമങ്ങളിൽ കേരളത്തിന്റെ അതൊരു പെൻസിൽ മാർക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിനെയാണ് വിള്ളലായി കണ്ടത്. അതിന് നുണ പരത്താൻ, നുണവാർത്തകൾ ചമയ്ക്കാൻ മാധ്യമങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട്
കൊടുത്ത നുണവാർത്ത എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലൈവായിട്ട് മന്ത്രി കെ രാജൻ അവിടെ വന്നിട്ട് അത് മായ്ക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിനു മുൻപ് വന്നിരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് റിപ്പോർട്ട് ചാനലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവർ മാത്രമാണ് ഈ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇവർ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ വാർത്ത ഇന്നലെ കാണിച്ചതാണ്. അത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരാം. രഞ്ജിത്ത്, ഇപ്പോൾ കളക്ടർ അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു? ഇപ്പോൾ 2 വർഷമായി 770 കോടിയിലധികമാണ് ജനം പിരിച്ചു നൽകിയത്. അതിൽ എത്ര കോടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. 178 വീടുകൾ ആദ്യഘട്ടത്തിൽ, 410 വീടുകൾ പൂർണ്ണമായും എന്നൊക്കെ ആവർത്തിച്ച് പറയുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമായി അത് ഉയർത്തുകയും അപ്പുറത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചില്ല എന്നുള്ള വാദം ഉയർത്തിവെക്കുകയും ചെയ്ത ആളുകളെ ഇപ്പോൾ കാണാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ വീട് നിർമ്മാണം വൈകുന്നു, ഉണ്ടാക്കിയ വീടുകളിലെ പിഴവുകളടക്കം പുറത്തു വരുമ്പോൾ എന്താണ് നമുക്ക് അറിയാനാവുന്നത്? രഞ്ജിത്ത്, കണ്ടില്ലേ, സ്മൃതീഷൻ ഇവിടെ പറയുന്നത് വീണ്ടും അപ്പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. സ്മൃതിയുടെ ഓരോ വെള്ളപൂശലുകളും അല്ലെങ്കിൽ സ്മൃതിയുടെ ഓരോ തോന്നിവാസങ്ങളും ഇരട്ടിയായിട്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കൂടി വരുമ്പോൾ, അത് സ്മൃതിയുടെ ഓരോ വെള്ളപൂശലുകളും ഓരോ തോന്നിവാസങ്ങളും അതിങ്ങനെ ഇരട്ടിയായിട്ട് കൂടി വരുമ്പോൾ അതിൻ്റെ എല്ലാം കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരും പല ആളുകളും പല അണികളും രംഗത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ സ്മൃതി ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല വീടുകളിലും അപാകതകളുണ്ട്, വിള്ളലുകൾ വീഴുന്നു. വിള്ളലുകൾ വീണ വീടുകൾ പണിത് കൊടുക്കാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. UDF ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് UDF ഈ പറയുന്ന ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ UDF കുറ്റം പറയുന്ന LDF അല്ലെങ്കിൽ ഇടതുപക്ഷം അവരെന്തുകൊണ്ടാണ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി മെഴുകുന്നത്. വലിയ രാഷ്ട്രീയം പറയുന്ന കുട്ടിയാണ്. പക്ഷേ UDF മുക്കിയ പൈസയെപ്പറ്റി ചോദിച്ചാൽ ഉത്തരമില്ല. UDF മുക്കുന്നതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അല്ലാതെ എന്ത് പറഞ്ഞാലും UDF അല്ലെ LDF കുറ്റം പറയണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ ചാനൽ ചർച്ചകളിൽ രാവിലെ വന്നിരിക്കുന്നതാണ് ഒരുങ്ങിക്കെട്ടി. അങ്ങനെ ഇരുന്നുകൊണ്ട് ഈ വായിൽ തോന്നുന്ന എന്തും പറയാമെന്നുള്ള ഒരു ചിന്താഗതിയിൽ കൂടിയാണ് ഈ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. വേറൊന്നുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നു. അതിന് നല്ല പിന്തുണ ഒരു സൈഡിൽ കൂടി കിട്ടുന്നുണ്ട്. ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ആളുകളുടെ സൈഡിൽ നിന്ന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. LDF സൈഡിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് പിന്തുണ കാണും, പിന്നെ സംഘികളുടെ സൈഡിൽ നിന്നും പിന്തുണയുണ്ട്. ഇതൊന്നുമില്ലാതെ പറയില്ലല്ലോ. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം സ്മൃതീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്, പല വീടുകളിലും വിള്ളലെന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മന്ത്രി രാജൻ രംഗത്തേക്ക് വന്നുകൊണ്ട് തന്നെ വലിച്ചു കീറിക്കൊണ്ട് ഇവരുടെ ഈ നുണപ്രചരണങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ കെ രാജൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞ് വന്ന പാടുണ്ട്, അത് തടയാനുള്ള പണി പൂർത്തിയായിട്ടില്ല. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ എന്ന ആരോപണം തള്ളി മന്ത്രി കെ രാജൻ. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ആ വൻ വിള്ളൽ കടലാസ് കൊണ്ട് തുടച്ചു നീക്കി കെ രാജൻ. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ എന്ന ആരോപണം ഉയർന്ന വീട് സന്ദർശിച്ച് റവന്യൂ മന്ത്രി. ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു പോസ്റ്റ് കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് എനിക്ക് സംശയമൊന്നുമില്ല, വിള്ളലില്ല. വയനാട് ടൗൺഷിപ്പിൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലെ പാടുകൾ മായിച്ച മന്ത്രി കെ രാജൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടും വേറെ കുറച്ച് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇനി മന്ത്രി കെ രാജൻ എന്താണ് പറയാനുള്ളതെന്നോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്നതനുസരിച്ച് ചില മാധ്യമല്ല റിപ്പോർട്ട് അന്വേഷണം നടത്തുകയുണ്ടായി. അത് ദുരന്തബാധിതരുടെ ദിവസവേതനവും ലൈവ്ലിഹുഡും കൂപ്പൺ വിതരണവും സമ്പൂർണമായി നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ആ വാർത്ത സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് ഞാൻ വേറെ പ്രതിഷേധമോ ദേഷ്യവും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത് സൂചിപ്പിക്കുക. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഏപ്രിൽ മാസത്തിലെ 300 രൂപ വെച്ചുകൊണ്ടുള്ള ദിനബത്ത മാസം 9,000 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 ആൾക്ക് കിട്ടുന്ന പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ ഏപ്രിൽ മാസത്തെ കൂടി എത്തും. നാളെ രാവിലെ ആർക്കും ബാങ്കിൽ പോയി അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടായിരിക്കും. ഏപ്രിൽ മാസത്തെ ദിനബത്ത 18-ാം തീയതി വരെ വൈകി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ ആലോചിച്ചു, പല മാധ്യമ സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിൽ ആ മാസത്തെ ശമ്പളം വരുന്നതിന് മുമ്പ് ഈ മാസത്തെ ദിനബത്ത കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മാസത്തെ എത്തിച്ചേരാൻ 18 ദിവസം വൈകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സർക്കാരിനെതിരെയാണ് തിരിക്കുന്നത്. അതിനും വിരോധമില്ല. പക്ഷേ 18/1/2026 സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പിന്റെ 41/2026 ഉത്തരവ് പ്രകാരം ജൂൺ മാസം വരെ ദിനബത്ത എല്ലാവർക്കും കൊടുക്കാനുള്ള ഉത്തരവ് 18/1/2026 തന്നെ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് ജൂൺ മാസം 2026 വരെ ആ ദിനബത്ത കൊടുക്കാനും അതിനു മുമ്പ് വീടിന്റെ താക്കോലേറ്റ് വാങ്ങിയതായിട്ട് ഇപ്പൊ നമ്മൾ കരുതുന്നില്ല. വീട്ടിൽ താമസം തുടങ്ങും വരെ
അത് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവ് 18/1/2026 സർക്കാർ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഉത്തരവ് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഏപ്രിൽ ആദ്യം കിട്ടിയില്ല? സാധാരണ നിലയിൽ മാർച്ച് മാസം 31 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എക്കണോമിക്കൽ ഇയർ എൻഡിംഗ് ആണ്. എക്കണോമിക്കൽ ഇയർ എൻഡിങ്ങിന് മുമ്പ് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ കിടന്നാൽ ഓട്ടോമാറ്റിക്കായി മാസത്തെയും മെയ് മാസത്തെയും ഫുഡ് കടലാസ് മനസ്സിലുകൊണ്ട് ഒരു സത്യായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ശൃംഗ് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് മനസ്സിലുകൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗമായി നടത്തുന്നത് സാങ്കേതിക പദമാണ്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ വീട്ടിൽ 24 മണിക്കൂർ വീണ്ടും വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള ലീക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചാലും അവസാനിപ്പിക്കില്ല. എല്ലാ വീടുകളിലും ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീറ്റ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിയതിനു ശേഷമാണ് വീട് കൈമാറുക. വീട് കൈമാറി കഴിഞ്ഞാൽ അപ്പോഴും ലയബിലിറ്റി തീരില്ല. വീട് കൈമാറി കഴിഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായാൽ സർക്കാരാണ് സമാധാനം പറയേണ്ടത്? അല്ല. പക്ഷെ ആരും സമാധാനം പറയാനുണ്ടോ? ഉണ്ട്. 5 വർഷത്തേക്ക് സിവിൽ വർക്കുകൾക്ക് ഒരു ഡിഫക്ട് ലയബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ മന്ത്രി തന്നെ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ്. മാധ്യമ സുഹൃത്തുക്കൾ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഏപ്രിൽ മാസത്തെ ദിനപത്ര ഇന്ന് വൈകുന്നേരം തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എല്ലാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കെ രാജൻ പറയുന്നത്. ആ വീടിന് മുകളിൽ വെള്ളം വീഴുന്നുണ്ടോ, അത് വെള്ളം അകത്തേക്ക് വരുന്നുണ്ടോ അറിയാനായിട്ട് മുകളിൽ 24 മണിക്കൂറോളം അല്ലെ അതിനേക്കാൾ കൂടുതൽ ടൈമിലേക്ക് വെള്ളം കെട്ടി നിർത്തുകയും അത് എവിടെയാണോ നനവ് വരുന്ന ആ ഭാഗത്ത് മാർക്കർ വെച്ച് ജസ്റ്റ് റൗണ്ട് ചെയ്തിടുക എന്നുള്ളൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടൊരു മാർക്കറിനെ ഒരു വിള്ളൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയെ ചക്കയാക്കുന്ന, എലിയെ പുലിയാക്കുന്ന, പല്ലിയെ ദിനോസറാക്കുന്ന ആ ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അപ്പം ഇങ്ങനെ എന്ത് കണ്ടാലും അതെല്ലാം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൈരളി TV ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലേ, എന്തിനെ പറ്റിയും വിമർശിക്കാനായിട്ട് എന്ത് കാര്യങ്ങളിലും ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ജേർണലിസ്റ്റുകൾ. അപ്പോൾ അവർക്ക് എന്ത് കാര്യം കിട്ടിയാലും വിമർശിക്കാം, ഏത് രീതിയിലും വിമർശിക്കാം, ഏത് രൂപേണയും വിമർശിക്കാം, ആരുടെയും മുഖം നോക്കാതെ വിമർശിക്കാം. അപ്പോൾ എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും കാണിക്കാം. കാരണം ഡോക്ടറേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തും ചെയ്യാം. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള വൃത്തികെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ രംഗത്തേക്ക് വരുന്നത്. നല്ല രീതിയിൽ അരുൺകുമാറും സംഘവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ ഈ പരുത്തിക്കുരു കാരണം ആ ചാനൽ ഇപ്പോൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല, അവിടെ സംഭവിക്കാൻ വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്നതോടുകൂടി ആ ചാനലുകൾ പൂട്ടേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ഇങ്ങനെ കെ രാജൻ തന്നെ രംഗത്തേക്ക് വരുന്നു. ആ പാട് മായ്ച്ചു കളയുന്ന ആ വലിയ വിള്ളൽ, മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്ത വലിയ വിള്ളൽ അദ്ദേഹം നിമിഷ നേരം കൊണ്ടൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീക്കം ചെയ്യുന്നു. അപ്പം എന്തിനാണ് സ്മൃതി ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്? നിന്റെ വായിൽ നിന്ന് നീ അറിഞ്ഞുകൊണ്ട് തുപ്പിയ വിഷം, അല്ലെ നിന്റെ വായിൽ നിന്ന് വീണുപോയൊരു വാക്ക്, വയനാട്ടിലെ ടൗൺഷിപ്പിലെ ദുരന്ത ബാധിതര് PR ആണെന്ന്, ഇടതുപക്ഷ സർക്കാരിൻ്റെ PR ആണെന്നുള്ളത് നിന്റെ വായിൽ നിന്ന് വീണുപോയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിനെ മെഴുകി വേറെ തലങ്ങളിൽ കൂടിയൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ എന്ത് മനോഗതിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ചിന്താഗതിയാണെന്നുണ്ടെങ്കിലും അത് ഇവിടെ വില പോവില്ല. ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ പോണില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മെഴുകി കിടന്ന് കുറേ തവണ കുറേ വെള്ളം പൂശിയത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ തോന്നിവാസവും നിങ്ങളുടെ ഉള്ളിലിരിപ്പും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സ്മൃതിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നു. സ്മൃതി തന്നെ പല വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. ഇതെല്ലാം ഒരു വലിയ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി വെക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോകുന്നൊരു കാഴ്ച കൂടിയാണ് നമ്മളിവിടെ കാണുന്നതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.